ഹേയ് കുട്ടൻസ്, ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ പറ്റും എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എവിടെ എത്താൻ പോകുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 10-18 വയസ്സ് വരെ ഞാൻ വളരെയധികം നല്ല കുട്ടിയായിട്ട് ഒരു നല്ല മാതൃകാ കുട്ടിയായിട്ട് വളർന്നു വന്ന ഒരാളാണ്. അതിനുശേഷം ഒരു 10-20 വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരുടെ എക്സ്പെക്റ്റേഷൻസ് അപ്പാടെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്തു. അതിന്റെ പരിണിത ഫലമായി എനിക്കുണ്ടായ ചീത്തപ്പേരും ഫ്രീഡം ഏകദേശം ഒരേ ക്ലാസ്സിലിട്ട് നമുക്ക് തൂക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അത് സർവൈവ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി ദ ഡിസപ്പോയിൻമെന്റ് ഓഫ് യുവർ ഫാമിലി. അതായത് ഞാൻ നിങ്ങൾ അനാവശ്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യല്ല. ഇഷ്ടമില്ലാത്തൊരു ജീവിതം മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ഇഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് അവിടുത്തെ അറ്റ്മോസ്ഫിയർ പെട്ടെന്ന് ശരിയല്ലാണ്ടായപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇട്ടിറങ്ങി പോകുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എൻ്റെ ഭയങ്കര കംഫർട്ട് സോൺ ആയിരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ഞാൻ പെട്ടെന്നൊരു സാലറീഡ് ആയിട്ട് പോകുന്ന ഒരാൾ പെട്ടെന്ന് ആ ജോലി വേണ്ടാന്ന് വെക്കുക, EMIs ഒക്കെ ബ്രേക്ക് ആവുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഞാൻ അത് അന്ന് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല ഞാൻ എന്ത് ധൈര്യത്തിലാണ് അത് ചെയ്തതെന്നുള്ളത്. പക്ഷെ ഒരു കാര്യമാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, ഞാൻ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മാത്രമേ എനിക്ക് എന്നെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി. ഇപ്പോഴാണ് ഞാൻ എന്നെ ഫിഗർ ഔട്ട് ചെയ്യുന്നത്. എൻ്റെ ഇടയിൽ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യമായിരുന്നു, ജോലി ഇട്ട് പോരുമ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരുടെ എൻ്റെ മേലുള്ള എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണല്ലോ എന്നുള്ളത്. പക്ഷേ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങുക തന്നെ വേണം. എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, എനിക്ക് എന്തൊക്കെ എവിടെയൊക്കെ എത്താൻ പറ്റും എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഒരു റിസ്കി ഫേസിൽ വന്നപ്പോഴാണ്. കംഫർട്ട് സോണിൽ ഒരിക്കലും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങളുടെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേലുള്ള എക്സ്പെക്റ്റേഷൻസ് ബ്രേക്ക് ചെയ്യുക, റിസ്ക് എടുക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ ഫിഗർ ഔട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ജീവിതം നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക. ഒരു 26 വയസ്സിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതറിയില്ല, ഞാനത് എത്തിയിട്ടില്ല. പക്ഷെ ഒരു 26 വയസ്സിൽ എല്ലാവരും അത് എത്തിയിട്ടുണ്ടോയെന്ന് എനിക്ക് ഡൗട്ടാണ്. ഞാൻ ഇപ്പോഴും സ്റ്റിൽ കൺഫ്യൂസിങ് ആണ്, ഏത് കരിയറാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്, ഏതാണ് ഞാൻ സൈഡായിട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. അത് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണു. ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ സ്റ്റോറീസ് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് എനിക്കും മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ.